നമസ്കാരം. കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് ഭാരതം സന്ദർശിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിക്കുന്നത് ഡൽഹി രൂപതയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത് അനിൽ ഖുട്ടോ. അദ്ദേഹം പറയുന്നത് ഇന്ത്യ സർക്കാർ ഔപചാരികമായ അനുമതി നിഷേധിച്ചതുകൊണ്ടാണ് പല പ്രാവശ്യം ആഗ്രഹിച്ചുവെങ്കിലും പോപ്പിന് ഭാരതം സന്ദർശിക്കാൻ അനുമതി ലഭിക്കാതെ ഇരുന്നത്. ഇനി അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൂടെ പോകാം നമുക്ക്. ഇതൊരു പോപ്പിനെക്കുറിച്ചുള്ള വിലയിരുത്തലല്ല, പോപ്പിൻ്റെ നയങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലല്ല, മറിച്ച് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടോ, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഇതിൻ്റെ ആശയക്കുഴപ്പങ്ങൾ നീക്കുക എന്നതാണ്. ഒരുപാട് തിയറിയിലും ഒരു ഗൂഢാലോചന സിദ്ധാന്തവും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കതിരും പതിരും തെളിച്ചെടുക്കുക. കത്തോലിക്ക സഭയുടെ ഡൽഹി രൂപത അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു വാക്കുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്, അതേക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ ഒരു സംഭാഷണം. നമുക്കറിയാം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2014 പോപ്പ് ഫ്രാൻസിസ് സ്ഥാനം ഏറ്റെടുക്കുന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പ പ്രതീക്ഷിതമായി സ്ഥാനത്യാഗം ചെയ്യുകയും 2013 പുതിയ മാർപ്പാപ്പയായി പോപ്പ് ഫ്രാൻസിസ് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. 2014 പകുതി വരെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ഓർക്കണം. അന്ന് BCCI, അതായത് കാത്തലിക് CBCI, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ ആയിരുന്ന ഓസ്വാൾഡ് ഗ്രേഷ്യസ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് പറഞ്ഞു, ഇങ്ങനൊരു ആഗ്രഹം, കത്തോലിക്ക സഭയുടെ ഒരു ആഗ്രഹം പറഞ്ഞു. മൻമോഹൻ സിംഗ് ഉടനടി അതിനുള്ള നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് അവസാന നിമിഷത്തിലാണ്. 2 മാസത്തിനുള്ളിൽ മൻമോഹൻ സിംഗ് പുറത്തുപോയി, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. ഇത് 2014 കാര്യമാണ്, അന്നൊന്നും നടന്നില്ല. പക്ഷേ ഒരു പേപ്പൽ വിസിറ്റ് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് കേരളത്തിൽ വരുന്നത് പോലെയോ ഇന്ത്യയിൽ വരുന്നത് പോലെയോ അല്ല. കാരണം അന്ത്യോക്യയിലെ പാത്രിയാർക്കീസിന് മതപരമായ അധികാര ഘടനകളാണുള്ളത്. മറിച്ച് പോപ്പിന് മതപരമായ ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ. 140 കോടിയോളം വരുന്നത്, ഇന്ത്യയുടെ ജനസംഖ്യയോളം വരും ലോകത്താകമാനമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം. അവരുടെ എല്ലാം പരമാധ്യക്ഷനാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യോഗ്യത. ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യം വാറ്റിക്കൻ സിറ്റി, വത്തിക്കാൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് കൂടിയാണ് പോപ്പ് എന്ന് ഓർക്കണം. അപ്പോൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം. ആ രാജ്യത്തിൻ്റെ തലവന് പ്രോട്ടോക്കോൾ അനുസരിച്ച്, അന്താരാഷ്ട്ര മാന്യതയും പ്രോട്ടോക്കോളും അനുസരിച്ച് ലഭിക്കേണ്ട എല്ലാ പരിഗണനയും പോപ്പിൻ്റെ ഒരു രാജ്യത്തെ സന്ദർശനത്തിന് ഉണ്ടാകണം. അതുകൊണ്ട് ഞൊടിയിടയിൽ സംഭവിക്കുന്ന ഒന്നല്ല, പെട്ടെന്നൊരു ഫ്ലൈറ്റിൽ കയറി വരാവുന്ന ഒരവസ്ഥയിലല്ല എന്നോർക്കണം. അതുകൊണ്ട് പേപ്പൽ വിസിറ്റിന് 2021 സാധ്യത തെളിഞ്ഞതാണ്. നരേന്ദ്രമോദി ഉൾപ്പെടെ അതിനെ അദ്ദേഹം ഈ 2019 തോന്നുന്നു, മുൻപ് G20 മീറ്റിംഗ് റോമിൽ വെച്ച് നടന്നപ്പോൾ അദ്ദേഹം നേരിൽ ചെന്ന് മാർപ്പാപ്പയെ കണ്ട് ക്ഷണം അറിയിച്ചതാണ്. 2021 ഭാരത സന്ദർശനം നടക്കാം എന്ന ഒരു ധാരണ രൂപപ്പെട്ടതാണ്. പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ അതും നടന്നില്ല. 2024 സന്ദർശനം എന്ന രൂപത്തിൽ മറ്റൊരു നിർദ്ദേശമുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന രാജ്യത്ത്, ആസ് എ പോളിസി, തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന രാജ്യത്ത് ഒരു വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് എങ്കിൽ സാധാരണ ഒരു പേപ്പൽ വിസിറ്റ് നടക്കാറില്ല. ഒരു പൊളിറ്റിക്കൽ ഓവർച്യൂഴ്സ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് നടക്കാത്തത്. അതുകൊണ്ട് പോപ്പ് ഇന്ത്യയിൽ വരാൻ സാധിച്ചില്ല. പക്ഷേ തൻ്റെ മുൻഗാമികൾ 2 പേര് വന്നു. പോപ്പ് പോൾ 6 ജോൺ പോൾ 2 സന്ദർശിച്ചു. 1964 ബോംബെയിൽ സന്ദർശിച്ച പോപ്പ് പോൾ 6. അത് മാത്രമല്ല 2 പ്രാവശ്യമാണ് പോപ്പ് ജോൺ പോൾ II 1986 99 ഭാരത സന്ദർശനം നടത്തിയ ഓർമ്മകൾ പലരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടൊരു പേപ്പൽ, ഒരു 3ാമത്തെ പോപ്പ് ഇന്ത്യ സന്ദർശിക്കുന്ന ആളാകും. മറിയോ ബർഗോളി എന്ന പേര് കൂടിയുള്ള ഹോർജെ എന്നാണ് പറയുക. ബർഗോളി എന്ന മുൻ നാമധേയം ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പേര് സ്വയം സ്വീകരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് ഉയർന്നത്. അത് കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നും മാനവ സ്നേഹികളുടെ ഭാഗത്തു നിന്നും. കാരണം ഈ നിലപാടുകൾ എടുക്കുന്ന ഒരു മാർപ്പാപ്പ ഗസയുടെ വിഷയത്തിൽ പലരെയും വെറുപ്പിച്ചുകൊണ്ട് തന്നെ
ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ട, ഇസ്രയേലിനോട് ശക്തമായി ആവശ്യപ്പെട്ട മാർപ്പാപ്പ. ഇസ്രയേൽ അതിനെ ഒരു പരിധിവരെ അവഗണനയോടുകൂടിയാണ് നേരിട്ടത്. മാത്രമല്ല ഇസ്രായേൽ അത്ര കൈൻഡായിട്ടല്ല പ്രതികരിച്ചത്. അതേസമയം ഗസയിൽ ജനങ്ങൾ ഇറ്റുവീഴുന്ന കണ്ണീര്, ഇറ്റുവീഴുന്ന രക്തത്തുള്ളികൾ, ഇതെല്ലാം തന്നെ അവസാനം ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും എന്ന ഒരു ചിന്ത മാർപ്പാപ്പ പലയിടത്തും പ്രകടിപ്പിച്ചു. അപ്പം യുദ്ധത്തിൻ്റെ പക്ഷത്തല്ല ഞാൻ, സമാധാനത്തിൻ്റെ പക്ഷത്താണ് ഞാൻ, ഗസ പക്ഷത്തോ ഇസ്രായേൽ പക്ഷത്തോ അല്ല, സമാധാനത്തിൻ്റെ പക്ഷത്താണ് എന്ന രീതിയിൽ ഒരു പ്രവാചക സ്വരത്തിൽ സംസാരിച്ച പോപ്പാണ്. സാധാരണ രാഷ്ട്രീയ വിഷയങ്ങളിൽ പോപ്പ് സംയമനം പാലിക്കുകയാണ്, ഇടപെടലുകൾ നടത്താറില്ല. പക്ഷേ അദ്ദേഹം മീനിങ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ ആളാണ്. അതേസമയം തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും അദ്ദേഹം വളരെ ഒരു താത്വികമായ ഒരു നിലപാടെടുത്തു. പുടിനോടും സെലൻസ്കിയോടും അഭ്യർത്ഥിച്ചതാണ് യുദ്ധം നിർത്തണമെന്ന്. അപ്പം ലോക സമാധാനത്തിൻ്റെ ഒരു വെള്ളരിപ്രാവ് പ്രവാചകൻ എന്ന രീതിയിൽ ഭാരതം ഉറ്റുനോക്കിയിരുന്ന ഒരാളാണ്. ഭാരതത്തിലെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ, ഇസ്ലാമിക് ന്യൂനപക്ഷങ്ങൾ ഒക്കെ ഒരുപക്ഷെ പീഡനം നേരിടുന്നു എന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര സംസാരങ്ങളുണ്ട്. ഇപ്പം പേപ്പൽ വിസിറ്റ് ഇവിടെ സംഭവിച്ചാൽ സാധ്യതകൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനും മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ വന്ന് പോപ്പ് എന്താണ് പറയുക? പോപ്പ് പറയുന്ന ഓരോ വാക്കിനും നാനാർത്ഥങ്ങളും അർത്ഥതലങ്ങളും ലോകം കൽപ്പിച്ചു നൽകും. പോപ്പ് ഒരുപക്ഷെ വളരെ പ്ലെയിനായിട്ടായിരിക്കും, ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഭാഷയിലായിരിക്കും ഒരു കാര്യം പറയുന്നതെങ്കിലും ന്യൂനപക്ഷങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ തുല്യത അനുഭവിക്കുന്നില്ല എന്ന രീതിയിൽ ഒരു സംസാരം ഉണ്ടായാൽ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിനും സംവിധാനത്തിനും വലിയ തിരിച്ചടിയാകും എന്ന് ഒരുപക്ഷെ സംഘപരിവാർ ശക്തികളുടെ ഉള്ളിൽ ഒരു സംസാരം ഉണ്ടായിരിക്കാം. അത് സാധ്യത മാത്രമാണ്. അതുകൊണ്ടൊരു പേപ്പൽ വിസിറ്റ് അനുവദിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കേവലം ഒരു രാഷ്ട്രത്തലവനല്ല സംസാരിക്കുന്നതെന്ന് ഓർക്കണം. 140 കോടി കത്തോലിക്കരുടെ പരമാധ്യക്ഷനാണ്. അതൊന്ന്. രണ്ട്, ഇന്ത്യയിൽ ആകെയുള്ള ക്രിസ്ത്യാനികളുടെ പകുതി കത്തോലിക്ക വിഭാഗക്കാരാണ്. അപ്പോൾ അവരുടെ വലിയ ഒരു താല്പര്യം ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ പോപ്പ് സന്ദർശിച്ച ഒരു രാജ്യം എന്ന നിലയിൽ കത്തോലിക്ക സഭയ്ക്ക് ഒരു വലിയ ഉണർവാണ്. ഇപ്പം കത്തോലിക്ക സഭ വലിയ തോതിലൊന്നും കൺവേർഷൻ ഓറിയൻറ്റഡ്, പ്രത്യേകിച്ച് മധ്യഭാരതത്തിൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ, മധ്യപ്രദേശ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ മതപരിവർത്തനം, ഒറീസയിലൊക്കെ മതപരിവർത്തനം നടത്തുന്നു എന്ന പരാതി സംഘപരിവാർ സംഘടനകൾക്കുണ്ട്. ഇനി അതിനുള്ള ഒരു നാന്ദിയാകുമോ പേപ്പൽ വിസിറ്റ് കൊണ്ട് ഉണ്ടാകാൻ, സഭയ്ക്ക് ആഗമനം ഉണ്ടാകാൻ സാധ്യതയുള്ള, ക്രൈസ്തവ സമൂഹത്തിന് ആഗമനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഉണർവിൽ നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഒരു മതപരിവർത്തനത്തിൻ്റെ തുടക്കമാവുമോ എന്ന ഭീതിയും ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇതങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഓർക്കണം. പക്ഷേ ഇതെല്ലാം തന്നെ പരിഗണിച്ച് നാളെ നീളെ എന്ന രീതിയിൽ 2026 ഉറപ്പായും സംഭവിക്കും എന്ന് കരുതിയ ഒരു വിസിറ്റാണ് ഇപ്പോൾ മരീചികയായി മാറിയത്. ഇത് തന്നെയാണ് അനിൽ ഖൗട്ടോയുടെ വാക്കുകൾ. അദ്ദേഹം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഭാരതത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന് സാധിക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണ് ഉള്ളത് എന്ന് നേരിട്ടല്ലാത്ത ഒരു ഇൻഡയറക്റ്റ് വിമർശനമാണ് ബിഷപ്പ് ഖൗട്ടോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ ഒരു നാൾവഴികളെക്കുറിച്ചുള്ള ഒരു സംസാരമായിരുന്നു ഇത്. കാരണം ഇനി വരാൻ പോകുന്ന പോപ്പ് ഇതാരാണെന്ന് നമുക്കറിയില്ല. ഭാരതവുമായി നല്ല ബന്ധം. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷൻ, കത്തോലിക്ക സഭയുടെ, ക്രൈസ്തവരുടെ എല്ലാവരുടെയും അല്ല, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഭാരതത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഭാരതത്തിന് ഔട്ട്റീച്ചാണ്. പുറം ലോകവുമായി, പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകവുമായി ഉള്ള ഒരു നിരപ്പിൻ്റെ ഒരു അനുഭവമുണ്ട്. അത് ഇൻഡയറക്റ്റ്ലി ഒരുപാട് സോഫ്റ്റ് പവർ ജനറേറ്റ് ചെയ്യപ്പെടും, ഗുഡ് വിൽ ജനറേറ്റ് ചെയ്യപ്പെടും. ഇതെല്ലാം ഒരു പേപ്പൽ വിസിറ്റ് കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. ആ രീതിയിൽ ഒരുപക്ഷെ ഭാരതം താല്പര്യപ്പെട്ടേക്കാം പുതിയതായി വരുന്ന മാർപ്പാപ്പയെ സ്വീകരിക്കാൻ, സമയം കളയാത്തതിന് സ്വീകരിക്കാനുള്ള നിലപാട്. കാരണം ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. കാരണം ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ മുഖമുയർത്തി നിൽക്കാനും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന ഒരു ഫീലിംഗ് വരാനും അത് മാർപ്പാപ്പയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ സാധിച്ചാൽ അത് അതിനേക്കാൾ വലിയ കാര്യം. അപ്പോൾ ഈ രണ്ട് തലയുള്ളൊരു വാളാണ് മാർപ്പാപ്പ സന്ദർശനം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനിയും വരുന്ന മാർപ്പാപ്പ ആരും നമുക്കറിയില്ല. ഒരു പേപ്പൽ കോൺക്ലേവ് നടക്കണം, അതിൽ നിന്നും വെള്ളപ്പൊക്ക ഉയരണം, അതിനുശേഷം വരുന്ന മാർപ്പാപ്പ തീർച്ചയായും അടുത്ത മാർപ്പാപ്പ എങ്കിലും ഭാരതത്തിൽ വരുമെന്ന് കത്തോലിക്ക വിശ്വാസികൾ വിശ്വസിക്കുന്നു. അതുപോലെ ഒരു എക്സിക്യൂട്ടീവ് വിസിറ്റ് കൂടിയാണ്, സ്റ്റേറ്റ് വിസിറ്റ് കൂടിയാണ്. രാഷ്ട്രത്തലവൻ, വത്തിക്കാൻ രാജ്യത്തിൻ്റെ തലവൻ, ഏറ്റവും വലിയ
ജനാധിപത്യ രാജ്യത്തേക്ക് ഏറ്റവും ചെറിയ രാജ്യത്തിൻ്റെ തലവൻ എത്തുന്നു എന്ന പ്രത്യേകത കൂടി അതിന് പിന്നിലുണ്ട്. നമുക്ക് കാത്തിരിക്കാം.